ഇന്നിപ്പം പിന്നെ ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. ഞാൻ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിക്ക് എനിക്ക് ഇത്രയും മാനനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഉത്തരം കിട്ടണം. ഒരു കറുത്ത വേഷത്തിൻ്റെ പേരിൽ എനിക്ക് ഇത്രയും മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ കണ്ടു കാണുമായിരിക്കുമല്ലോ. പെട്ടെന്നൊരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞ ചേച്ചിയാണ് നിൽക്കുന്നത്. അർച്ചന ചേച്ചി. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ചേച്ചി നമസ്കാരം. അപ്പം ഞാൻ ആ സംഭവം ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് സെലിബ്രിറ്റി ആയെന്നുള്ളത്. നമ്മുടെ ഇവിടെ നവകേരള സദസ്സ് നടന്നപ്പോൾ ഈ ഒരു തലവൂര് വഴി നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഞ്ചരിച്ച ബസ് പോയപ്പോൾ അവിടെ കറുത്ത ചുരിദാർ ധരിച്ച് നിന്നതിന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നമ്മുടെ ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പം നമുക്ക് ആ ഒരു വീട്ടിലേക്ക് കിടക്കാം. ചേച്ചി, ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഇപ്പോൾ എന്താ, ഞാൻ കേസ് കൊടുത്തിരുന്നു. 18-ാം തീയതി ആണല്ലോ നവകേരള സദസ്സ് പോയത്. അത് എന്നെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം 21-ാം തീയതി കേസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു കേസ് കൊടുക്കും. കാരണം ഞാൻ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിക്ക് എനിക്ക് ഇത്രയും മാനനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഉത്തരം കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു. അന്ന് ശരിക്കും എന്തോ സംഭവിച്ചെന്താ, ഞാനവിടെ നിന്നു. ഹസ്ബൻഡ് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രതിഷേധിക്കാനായിട്ട് തന്നെ പോയതാണ്. ഇത് കാണാനെന്ന രീതിക്കെന്നല്ല, ഞാൻ ക്ലാസ്സിന് പോയതാണ്. പോയിട്ട് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് ഈ മെമ്പർ വെള്ളയും പൂശിയൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി പോകണ്ട, ഇനിയിപ്പം കൊട്ടാരക്കരയിലോട്ടുള്ള യാത്രയാവും, തിരിച്ച് അവിടെയും വരുമല്ലോ. അപ്പം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വണ്ടിയുടെ ബ്ലോക്ക് ആയെന്നിരിക്കും, അതുകൊണ്ട് നീ പോവണ്ട, ഇന്നിനി ക്ലാസ്സിന് പോവണ്ടെന്ന് വെക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നതാണ്. നിന്നപ്പം പിന്നെ ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ചോദിക്കും, ബാഹുലേൻ്റെ വൈഫാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, നിങ്ങൾ കറുത്ത വേഷം ധരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിയമമായിട്ട് മുന്നോട്ട് പോയത്. അതല്ല, നമ്മൾ പ്രകോപനപരമായിട്ട് ഒന്നും ഇല്ല, ഞാൻ അവിടെ വെറുതെ നിന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു, കുറേ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. പോലീസുകാർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വനിതാ പോലീസുകാരെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഈ മെമ്പർ എങ്ങനെ ഇത്രയും, മെമ്പറുടെ കാര്യങ്ങളാണ് അവിടെ നിന്ന് ചോദിക്കുന്നത് മൊത്തം. ഇത്രയും എങ്ങനെ ഈ മനുഷ്യൻ വെള്ളം ഇട്ടുകൊണ്ട് നിൽക്കുന്നു, അതിനെയൊക്കെ സമ്മതിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്കാണ് കൊട്ടാരക്കര സർക്കിളിലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, സംശയാസ്പദമായിട്ട് ആരെ കണ്ടാലും ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ഇയാളുടെ ഭർത്താവ് ഒരു പാർട്ടി പ്രവർത്തകനാണ്, അതുകൊണ്ട് ഇയാളും പ്രതിഷേധിക്കാൻ തന്നെ വന്നതാണെന്നുള്ള രീതിക്കാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരിക്കേണ്ടി? ഞാൻ 7 മണിക്കൂറോളം ഇരുന്നു. 11:30 മുതൽ 6:30 വരെയുള്ള സമയത്തിന് അവിടെ ഇരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തുടർ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ ഡയറക്റ്റ് തന്നെ കേസ് കൊടുക്കുമായിരുന്നു? അതെ, ഹൈക്കോടതി തന്നെ കേസ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എന്താണ് റിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? അതിന്റെ വന്നിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസിൽ പരിഗണിച്ചു. അപ്പോൾ അതിനകത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്പോർട്ടൊന്നും സമർപ്പിച്ചില്ല. അതിന്റെ പേരിൽ അടുത്ത ആഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രശ്മി. ഇപ്പൊ ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷം ഇപ്പം കോടതി നിന്നൊക്കെ അറിയിച്ചല്ലോ, അത് പോലീസുകാരും ബന്ധപ്പെട്ടോ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം 2 ദിവസമായിട്ട് ഹസ്ബൻഡ് നാട്ടിലില്ല. ഒത്തുതീർപ്പിന്റെ ശ്രമം നടന്നിട്ടൊന്നുമില്ല? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതോട്ട് മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഒരു കറുത്ത വേഷത്തിന്റെ പേരിൽ എനിക്ക് ഇത്രയും മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് എനിക്ക് കിട്ടണം. അതിനുള്ളൊരു നീതി എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മൊത്തം അതിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളാണേലും അത് തന്നെ, അവർക്കും അതൊരു ഭയങ്കര വിഷമം ഉള്ളിലുണ്ട്. നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ സ്റ്റേഷനിൽ പോകുന്നു. കുട്ടികളാണ് സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ അവരോട് ചോദിച്ചു. പിറ്റേ ദിവസം ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ അവരും അത് നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എനിക്ക് ആദ്യമായിട്ട് ഒരു അനുഭവമാണ്. അപ്പോൾ അർച്ചന ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. നിസ്സാരമായിട്ട് നമ്മുടെ ഒരു മൗലിക അവകാശത്തിലേക്കാണ് പോലീസ് കടന്നു കയറിയത്. ഒരു കറുത്ത ഉടുപ്പിട്ടു എന്ന് പറഞ്ഞ പേരിൽ മുഖ്യമന്ത്രി അതിൽ പോകുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഡ്രസ്സ് ധരിക്കാൻ പോലും അധികാരമില്ലാത്ത ഒരു നാടായി മാറിയിരിക്കണം നമ്മുടെ കേരളം. പക്ഷേ അതിന് തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും ഉത്തരം സർക്കാരും ഈ പറഞ്ഞ പോലീസുകാരും കൊടുത്തേ മതിയാകൂ. അപ്പം ഈ ഒരു കേസുമായിട്ട് മുമ്പിലേക്ക് പോകണം തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു.